എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മേടമാസത്തിലെ പൂരദിനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സുദിനത്തിൻ്റെ പ്രത്യേകത അറിയാം. തൃശ്ശൂർ പൂരം ആരംഭിക്കുന്ന അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന പൂരം അരങ്ങേറുന്ന ദിവസമാണ് ഇന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഐതിഹ്യം എന്നുള്ളത് ഈ സുദിനത്തിലൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഒട്ടനവധി പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരുപാട് വെടിക്കെട്ട് അപകടങ്ങളും മറ്റ് ഇതിനോടനുബന്ധിച്ച പലവിധ അഡ്വേഴ്സിറ്റീസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എല്ലാ കൊല്ലവും നമ്മൾ പൂരം ഗംഭീരമായി നടത്തുന്നു കേരളക്കരയിൽ. അപ്പോൾ എന്താണ് ഈ പൂരത്തിന് ഇത്ര അമിതമായ ആവേശവും ഇത്ര പ്രാധാന്യമൊക്കെ നൽകുന്നത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓർമ്മ പെട്ടെന്ന് പോകുന്നത് ഒരു കാലത്ത് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അന്നത്തെ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനിലേക്കാണ് പോകുന്നത്. ശക്തൻ എന്ന പേര് തന്നെ കിട്ടിയത് അദ്ദേഹത്തിന് വളരെ ശക്തമായ ചില കാര്യങ്ങൾ അദ്ദേഹം കൈക്കൊണ്ടത് കൊണ്ടാണ്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത രാജാവായിരുന്നു കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ. ഇന്നത്തെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ നമുക്കൊരു പക്ഷേ ശക്തൻ തമ്പുരാന് കൊടുക്കാം. ഒരു പക്ഷേ ആണ്. കാരണം ഈ പൂരങ്ങളുടെ പൂരം എന്നൊക്കെ ഒരു കാലത്ത് അറിഞ്ഞിരുന്നത് തൃശ്ശൂർ പൂരമല്ല, പിന്നെ ഇന്ന് അങ്ങനെ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് പൂരങ്ങളുടെ പൂരം എന്നറിഞ്ഞിരുന്ന ആറാട്ടുപുഴ പൂരത്തിനായിരുന്നു. കാരണം 108 ദേവി ദേവന്മാരുടെ സാന്നിധ്യത്തോടെ വളരെ ഗംഭീരമായി നടത്തിയിരുന്ന ഒരു പൂരമായിരുന്നു ആറാട്ടുപുഴ പൂരം. ഈ ആറാട്ടുപുഴ പൂരത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഏറ്റവും ഭക്തിക്ക് പ്രാധാന്യം നൽകുന്ന പൂരമാണ്. കാരണം ഈവൻ ദേവന്മാർ പോലും ഈ ആകാശമാർഗ്ഗെ വന്ന് ആറാട്ടുപുഴ പൂരം കാണാൻ സന്നിധരാവാറുണ്ടെന്നും അതുകൊണ്ട് അന്നേ ദിവസം അവിടെ ഒത്തുചേർന്നാൽ നമുക്ക് പുണ്യം ലഭിക്കുമെന്നൊക്കെ ഭക്തിപരമായ ഒരു പ്രാധാന്യം ആറാട്ടുപുഴ പൂരത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഈ കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരെല്ലാം ആറാട്ടുപുഴയിൽ എത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് ദേവീക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അവിടെ എത്തും ദേവന്മാരെല്ലാം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഇന്നത്തെ പൂരം ശരിക്ക് ആരംഭിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം 1796 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ഈ ശക്തൻ തമ്പുരാൻ കൊച്ചി രാജാവായി രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് 1796 ഹെവി റെയിൻ, വളരെ മഴയും കാറ്റും. കാരണം ആറാട്ടുപുഴ പൂരത്തിന് പ്രത്യേകത കൊണ്ട് ആ കൃത്യസമയത്ത് അവിടെ എല്ലാവരും എത്തിച്ചേരണം എന്ന് നിഷ്കർഷിച്ചിരുന്നു. അപ്പം 1796 വളരെ പേമാരി ഉണ്ടായി. അതായത് കാറ്റും മഴയും ഇടിയും ഒക്കെ ഉണ്ടായി. അങ്ങനെ നമ്മളെ ഈ തൃശ്ശൂർ ഭാഗത്തുള്ള കുറച്ച് ദേവി ക്ഷേത്രങ്ങളുടെ പ്രാതിനിധ്യം അവിടെ എത്താൻ കഴിഞ്ഞില്ല. കാരണം അവരവിടെ എത്തിയപ്പോഴേക്ക് നേരം വൈകിയിരുന്നു. തുടർന്ന് അവർക്ക് പ്രവേശനം നിഷേധിച്ചു എന്നുള്ളതാണ്. ആറാട്ടുപുഴയിൽ എത്തിയപ്പോഴേക്ക് അന്ന് അവിടെ എത്താൻ പറ്റാത്ത ആ ക്ഷേത്രങ്ങൾ നിന്ന് ആറാട്ടുപുഴയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഇതിൽ കോപിഷ്ഠനായിരിക്കുന്ന അന്നത്തെ കൊച്ചി രാജാവ്, അല്ലെങ്കിൽ ഈ പൂരങ്ങളൊക്കെ ഈ രാജാക്കന്മാരുടെ ഗാംഭീര്യത അല്ലെങ്കിൽ അവരുടെ മാറ്റ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക പ്രഭ എടുത്തു കാണിക്കുന്നത് അതാണല്ലോ. ഇപ്പോൾ ഈ ആനയുടെ പുറത്ത് എഴുന്നള്ളത്തൊക്കെ, കാരണം നമ്മുടെ മറ്റ് കർണാടക വടക്ക് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആനയുടെ പുറത്തൊന്നല്ല തിടമ്പ് എഴുന്നള്ളിക്കുന്നത്. അവിടെങ്കിലൊക്കെ നമ്മുടെ ഓരോ പ്രത്യേകം മഞ്ചലിലാണ് ദേവീ ദേവന്മാരെ വെഞ്ചാമരൊക്കെ വീശി ശീവേലിക്കൊക്കെ എഴുന്നള്ളിക്കുന്നെങ്കിൽ നമ്മളെ ഇവിടെ ഇന്നും ഈ പ്രാകൃതം അല്ലെങ്കിൽ കാട്ട് ജീവിയായ ആനകളെ മെരുക്കി കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ നമ്മൾ തിടമ്പ് വെച്ച് എഴുന്നള്ളിക്കുന്ന രീതി കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക രീതിയാണ്. കാരണം അതിനെ ഈ ദേവീ ദേവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തൻ്റെ പ്രൗഢിത്യം ഉയർന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ രാജാക്കന്മാരും മത്സരബുദ്ധിയാൽ. അതുപോലെ തന്നെയാണ് ഈ വെടിക്കെട്ട്. ഇപ്പോൾ ഈ വർഷം വെടിക്കെട്ടിൽ ഒരുപാട് മരണങ്ങളുണ്ടായി. എങ്കിലും പൂരം നമുക്ക് ഈ വർഷം വേണ്ട എന്ന് വയ്ക്കാൻ ആരെയും താല്പര്യപ്പെടുന്നുണ്ടോ? ഇല്ല. എന്നാലും നമ്മൾ ഇതൊക്കെ തുടർന്ന് കൊണ്ടേയിരിക്കും. കാരണം അതൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് അപകടങ്ങൾ വിളിച്ചത് എത്രയോ പൂരങ്ങളും വെടിക്കെട്ടുകൾ ഇതിനു മുമ്പുണ്ട്. അതുപോലെ തന്നെ
ഈ കരിമരുന്ന് പ്രയോഗത്തിനും ശരിക്കും പറഞ്ഞാൽ ദൈവികമായി ചൈനയിൽ ആവിർഭവിച്ച ഈ ഫയർ എക്സ്പ്ലോഷന് ഇവിടെ യാതൊരു ശരിക്ക് നമ്മുടെ ഭാരതീയ ആരാധന പ്രകാരം അതിനൊരു പ്രാധാന്യവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ എന്നാലും നമ്മളത് ചെയ്തു പോരുന്നു. കാരണം അത് നമ്മുടെ പുരാതന രാജാക്കന്മാര് അവരുടെ ഗാംഭീര്യം എടുത്തു കാണിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും തൃശ്ശൂർ പൂരത്തിന് ഒരു ചലഞ്ചിൽ നിന്ന്, ഒരു വെല്ലുവിളിയിൽ നിന്നാണ്. കാരണം ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കുറെ ദേവീ ക്ഷേത്രങ്ങളെ ഒന്നിച്ചു കൂട്ടിയിട്ട് ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിൽ വെച്ചൊരു പൂരം ഗംഭീരമായി നടത്തപ്പെടണമെന്ന് വിളംബരം ചെയ്തു. അങ്ങനെയാണ് 1976 ഈ തൃശ്ശൂർ പൂരത്തിന്റെ ആരംഭം കുറിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനം ആറാട്ടുപുഴ പൂരമാണ് എന്നാണ് പറയുന്നത്. ഏതായാലും അത് ഇവർക്ക് പ്രവേശനം നിഷേധിച്ചു കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ശക്തൻ തമ്പുരാന് ഒരു കാര്യം ചെയ്തു. ഈ തൃശ്ശൂർ പൂരത്തിന് വേണ്ടുന്ന ചെലവുകളുടെ ഏതാണ്ട് പകുതി ഭാഗം കൊട്ടാരത്തിന് നൽകുന്നതാണെന്നും ബാക്കി രണ്ട് സെക്ഷനാക്കി തിരിച്ച് വെസ്റ്റേൺ ഗഡ്സ് ആൻഡ് വെസ്റ്റേൺ ഭാഗത്തിലുള്ള തൃശ്ശൂരിന്റെ ക്ഷേത്രങ്ങളും അതുപോലെ ഈസ്റ്റേൺ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളും അവർക്കാണ് അന്ന് ആറാട്ടുപുഴയിൽ നിഷേധിച്ചിട്ടുള്ളത് ക്ഷേത്രങ്ങളും കൂടി ചേർന്നിട്ട് പിരിവിട്ടിട്ട് വേണം ഈ തൃശ്ശൂർ പൂരത്തിന്റെ ചെലവുകൾ വഹിക്കാൻ എന്നാണ് അന്നത്തെ കൊച്ചി രാജാവ് തീരുമാനിച്ച്. ഇന്നത്തെ നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്കറിയില്ല. എങ്ങനെയാണ് 2 ദേവസ്വം ബോർഡ് മാത്രമാണോ ചെലവഴിക്കുന്നത് അതോ പിരിവുണ്ടോ നമുക്ക് വ്യക്തമായി അറിയില്ല. ഏതായാലും അന്ന് രാജാവ് ഇങ്ങനെയാണ് നിഷ്കർഷിച്ചത്. അങ്ങനെ അന്ന് തൊട്ട് ഈ പൂരം ഓരോ വർഷവും അതിനെ വളരെ ഗംഭീര രീതിയിൽ നടത്തി പോരുന്നു. അതിൽ 2 സെക്ഷനായി തിരിച്ചതിൽ ഒന്നാണ് ഈ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം ഒരു ഭാഗത്ത്, അതുമാതിരി പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം ഒരു ഭാഗത്ത്, ഇങ്ങനെ 2 ദേവസ്വം ബോർഡിന്റെ കീഴിൽ. ഇനിയും ഈ തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉപക്ഷേത്രങ്ങൾ വേറെയുണ്ട്. ആ ഉപക്ഷേത്രങ്ങളിൽ വരുന്ന പൂരങ്ങളുണ്ട്. അത് കാര്യമായിട്ട് പറയുന്ന ഒരു ലാലൂർ ഭഗവതി ക്ഷേത്രമുണ്ട്. ഈ ലാലൂർ ഭഗവതി ക്ഷേത്രത്തിന് പൂരം, അതുമാതിരി അയ്യന്തോൾ കാർത്തിയായനി ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ഒരു പൂരപ്പുറപ്പാടുണ്ട്. ചെറിയ ചെറിയ പൂരങ്ങൾ വന്നിട്ടാണ് ഇത് കണ്ടത്. അതുപോലെ തന്നെ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്ന്, അത് അത്രയുമാണ് ഈ തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ. മറിച്ച് ഇങ്ങേ ഭാഗം ഈസ്റ്റേൺ ഭാഗത്തു നിന്ന് വരുന്നത്, കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്നത് പ്രധാനപ്പെട്ട ആ ഗ്രൂപ്പിൽ ഏറ്റവും ഹെഡായിട്ട് വരുന്നത് പാറമേക്കാവ് ഭഗവതിയാണ്. പിന്നെ ചെമ്പുക്കാവ് ഭഗവതിയുണ്ട്. അതുപോലെ തന്നെ പനമുക്കുംവള്ളി ശാസ്ത ക്ഷേത്രമുണ്ട്. ഇങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങൾ പാറമേക്കാവിന്റെ കീഴിലും ഇങ്ങനെ 2 രീതിയിലാണ് ഈ പൂരം ഇന്ന് നടത്തിപ്പോരുന്നത്. അങ്ങനെ ഇതൊരു ഈ 2 ദേവസ്വം ബോർഡിന്റെ കീഴിൽ, അത് കൊച്ചി രാജാവ് തന്നെ അങ്ങനെ ക്രമപ്പെടുത്തിയാണ്. ഈ കൊച്ചി രാജാവ് തന്നെ ഒരു ശക്തൻ തന്നെയാണ്. അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത് തന്നെ അങ്ങനെയാണ്. കാരണം ഇങ്ങനെ പൂരം നടത്താൻ തീരുമാനിക്കുകയും എവിടെ വെച്ചിട്ടാണ് പൂരം നടത്തേണ്ടത് എന്ന് ചർച്ച ചെയ്യുക വന്നപ്പോൾ അദ്ദേഹം വടക്കുന്നാഥൻ ക്ഷേത്രം തൃശ്ശൂരിൽ ദർശനം നടത്താറുണ്ട്. അങ്ങനെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ, അതായത് ശിവക്ഷേത്രത്തിൽ അദ്ദേഹം അവിടെ ദർശനത്തിന് വന്നപ്പോൾ ഒരു ദിവസം അതിന്റെ ചുറ്റുഭാഗങ്ങളിലൊക്കെ നിമിടമായി വളർന്നു നിൽക്കുന്ന തേക്കും കാടായിരുന്നു. അതായത് ഘോരമായൊരു കാടായിരുന്നു. നമുക്ക് ഭീതി പരത്തുന്ന മൃഗങ്ങളൊക്കെ, ഇഴജന്തുക്കളൊക്കെ നിവസിച്ചിരുന്ന ഒരു കാട് പ്രദേശമായിരുന്നു അന്ന് ഈ വടക്കുന്നാഥ ക്ഷേത്രം. ആ വടക്ക് തൃശ്ശൂരിന്റെ റൗണ്ടിൽ ചുറ്റുഭാഗം മൊത്തം വനപ്രദേശമായിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെ ആ വനപ്രദേശത്തിലൂടെ അല്ലെങ്കിൽ കടന്നു പോകുന്നതിന് ഭക്തൻ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഓരോ വർഷവും അവിടെ വരുന്ന ഭക്തന്മാർക്ക് വിഘ്നമുണ്ടാവുന്ന, അല്ലെങ്കിൽ അവർ പേടിച്ചിട്ട് അങ്ങോട്ട് വരാതെ കുറഞ്ഞു വരുന്നതായിട്ടൊരു കാര്യം ശക്തൻ തമ്പുരാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ ശക്തൻ തമ്പുരാൻ എന്ത് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഈ ഭഗവത് സന്ദർശനത്തിന് വിഘ്നം നിൽക്കുന്ന ഈ കാടുകളൊക്കെ, തേക്കും കാടുകളൊക്കെ വെട്ടി വെളിച്ചമാക്കാൻ കൽപ്പിക്കുകയുണ്ടായി. പെട്ടെന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു അങ്ങനെ, കാരണം ഈ തേക്കുംകാട് മൈതാനം നമുക്ക് ആചാരപരമായി വെട്ടി അല്ലെങ്കിൽ അത് മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം അതിനൊരു വിഘ്നമുണ്ട്. അതെന്താ?
രാജാവ് ഉടനെ ചോദിച്ചു, ഇത് വടക്കുന്നാഥൻ്റെ ജടയാണ്, ശിവന്റെ ജടയാണ്, അതുകൊണ്ട് ജട വെട്ടിയാൽ ദൈവകോപം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഈ ശക്തൻ തമ്പുരാന് ഉടനെ തീരുമാനമിട്ടു, ഇവിടെ ജനങ്ങളുടെ ക്ഷേമമാണ്, ഭക്തിക്കാണ് പ്രാധാന്യം, അതുകൊണ്ട് ഇത് ജടയായാലും എന്തായാലും വേണ്ടില്ല, അത് വെട്ടിവെളിച്ചാക്കുക തന്നെ വേണം എന്ന് കൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ അക്കാലങ്ങളിൽ ഒരു വിഭാഗം ഈ ഓർത്തഡോക്സ് ചിന്താഗതിക്കാരുണ്ടായിരുന്നു അന്നും, യാഥാസ്ഥികന്മാർ. അപ്പോൾ ആ യാഥാസ്ഥികന്മാർ കച്ചകെട്ടി അവിടുത്തെ കാവിലെ കോമരത്തെ ഏർപ്പാടാക്കി. അങ്ങനെ ഈ കാവിലെ കോമരം വന്ന് ശക്തനമ്പുരാൻ്റെ മുമ്പിൽ തുള്ളുകയും, ഇതൊക്കെ നടന്ന കഥകളാണ്, തുള്ളുകയും അങ്ങ് തേക്കങ്കാട് മൈതാനം ഉണ്ണി വെട്ടി വെളിച്ചത്താക്കിയാൽ അത് അങ്ങക്ക് വസൂരി പിടിപെടുമെന്നും മറ്റ് ദേവീകോപം ഉണ്ടാവും എന്നൊക്കെ രാജാവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൽപ്പിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ ശക്തരാം തൻ്റെ പള്ളി ഊരിയിട്ട് ആ കോമരത്തിൻ്റെ തല അറുത്തു എന്നും 2 കഷ്ണമാക്കിയെന്നും വീണ്ടും ഓർഡർ ഇട്ടു, ഏത് വിഘ്നത്തെയും ഞാൻ അഭിമുഖീകരിക്കാൻ തയ്യാറാണ്, ഈ വനപ്രദേശം തീർച്ചയായിട്ടും ദേവദർശനത്തിന് അല്ലെങ്കിൽ ദൈവദർശനത്തിന് സഹായകരമാക്കും വിധം ക്ലിയർ ആക്കണമെന്ന് കൽപ്പിക്കുകയും അങ്ങനെ ആ പ്രദേശം വെട്ടിവെളിച്ചതായാണ് ഇന്നത്തെ തൃശ്ശൂർ റൗണ്ടിൽ കാണുന്ന മൈതാനം കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ പൂരം തുടങ്ങിയത് തന്നെ ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി എന്ന രീതിയിലാണല്ലോ. ആറാട്ടുപുഴ പൂരത്തിന് എതിരെ ശക്തൻ തമ്പുരാൻ എടുത്ത ശക്തമായ തീരുമാനത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇന്നത്തെ തൃശ്ശൂർ പൂരം നടന്നു പോരുന്നു എന്നൊക്കെ പറയുന്നു. ഏതായാലും അങ്ങനെ ആ തൃശ്ശൂർ റൗണ്ട് ചുറ്റുഭാഗത്തും നമ്മുടെ പാറമേക്കാവ് ഭഗവതി ക്ഷേത്ര ദേവസ്വം ബോർഡും തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെയും കീഴിൽ വരുന്ന മറ്റ് ഉപക്ഷേത്രങ്ങളിലെ പൂരങ്ങളൊക്കെ ഈ സുദിനത്തിൽ അവിടേക്ക് വരികയും ജനങ്ങളെല്ലാം വളരെ ആർത്ത് വളരെ സന്തോഷത്തോടെ ആനന്ദലഹരിയിൽ കൊണ്ടാടുന്ന നമ്മുടെ ഈ കേരള പൂരം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വന്നെത്തുന്നുണ്ട് ഈ സുദിനത്തിൽ. അത് നമ്മുടെ ഖജനാവിലേക്ക് വരുമാനം കൂട്ടുന്ന ഒരു ഉത്സവം കൂടിയാണ്, ആചാരത്തിനുപരിയായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.